മനസ്സോടെ ഞാൻ സ്തുതിക്കും, പൂർണ്ണ ഹൃദയമോടെ ഞാൻ പാടും, പൂർണ്ണ മനസ്സോടെ ഞാൻ സ്തുതിക്കും, പൂർണ്ണ ഹൃദയമോടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അസാധ്യമെന്നു ഞാൻ കരുതിയിടുമ്പോൾ, പ്രതീക്ഷയെല്ലാം തകർന്നിടുമ്പോൾ, അസാധ്യമെന്നു ഞാൻ കരുതിയിടുമ്പോൾ, പ്രതീക്ഷയെല്ലാം തകർന്നിടുമ്പോൾ, ഏകനായി മഹാത്ഭുതം ചെയ്യാൻ യേശുവൻ കൂടെയുണ്ട്, ഏകനായി മഹാത്ഭുതം ചെയ്യാൻ യേശുവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. റിമെമ്പർ നൗ യുവർ ക്രിയേറ്റർ in the days of your youth. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. ആത്മാവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടും. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും ചെയ്യും. ആദ്യകാലം ദൈവത്തിന് സമർപ്പിച്ചാൽ അന്ത്യകാലം സന്തോഷകരമായിരിക്കും. ദൈവവചനത്തിലെ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പുസ്തകമാണ് സഭാപ്രസംഗി. ശലോമോനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതുകൂടാതെ ശലോമോൻ എഴുതിയ മറ്റ് 2 പുസ്തകങ്ങളാണ് സദൃശ്യവാക്യങ്ങളും ഉത്തമ ഗീതവും. സദൃശ്യവാക്യങ്ങൾ ജ്ഞാനത്തിൻ്റെ മകുടമാണെങ്കിൽ, ശലോമോന് ജീവിതത്തിലുണ്ടായ ഭോഷത്വങ്ങളുടെ ഒരു ആത്മഗതമാണ് സഭാപ്രസംഗി. ഈ പുസ്തകത്തിൽ 39 പ്രാവശ്യം മായ എന്ന പദപ്രയോഗവും 29 തവണ സൂര്യന് കീഴിൽ എന്ന പദപ്രയോഗവും ഉണ്ട്. കേവലം ഒരു മനുഷ്യൻ്റെ ജീവിത ചിന്തകളാണ് ഇതിലെ ഉള്ളടക്കം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തി സകലതും നൈമിഷികവും മായയുമാണെന്ന് ശലോമോൻ കണ്ടെത്തുകയാണ്. ദൈവത്തെ നാം ഓർക്കേണ്ട സമയം യൗവനകാലമാണെന്നാണ് ശലോമോൻ പറയുന്നത്. അതാണ് കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. സഭാപ്രസംഗി 12:1. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഹാനോക്ക് കർത്താവിൻ്റെ കൂടെ നടന്നു എന്നാണ് തിരുവചനത്തിൽ നാം കാണുന്നത്. ഹാനോക്ക് walked with God. 365 വർഷവും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അപ്പം ദൈവത്തെ അറിയേണ്ടത് യൗവനത്തിലാണ്. അങ്ങനെ അറിയാൻ കിട്ടിയ ഭാഗ്യമുള്ള ലക്ഷക്കണക്കിന് മക്കൾ ഈ ഭൂമിയിലുണ്ട്. സ്തോത്രം. ഈ സൃഷ്ടാവിനെ യൗവനകാലത്തിൽ തന്നെ അറിയണമെന്ന് ശലോമോൻ പറയാനുള്ള കാരണം, യൗവനം കഴിഞ്ഞാൽ കടന്നു വരുന്നു വാർദ്ധക്യം. അന്ന് ദൈവത്തിനായി ജോലി ചെയ്യാമെന്ന് കരുതിയാൽ അത് സാധ്യമാകുകയില്ല എന്ന് ശലോമോൻ പറയുന്നു. നമ്മുടെ ഈ ശരീരത്തിലെ അവയവങ്ങളുടെ നില വാർദ്ധക്യം വരുമ്പോൾ എങ്ങനെ ആയിരിക്കുമെന്ന് സഭാപ്രസംഗി 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതെന്താണ് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും, കിളിവാതുകൾ കൂടി നോക്കുന്നവർ അന്ധരാകും, തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നുപോകും, പാട്ടുകാരുത്തികൾ ഒക്കെയും തളരുകയും ചെയ്യും. അന്നവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും, ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും,
രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീഥിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും. പൊൻകിണ്ണം തകരും. ഉറവിങ്കിലെ കുടം ഉടയും. കിണറ്റിങ്കിലെ ചക്രം തകരും. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗങ്ങളുടെ അർത്ഥമൊന്ന് നമുക്കൊന്ന് ശരിക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ചിന്തിക്കാം. വീട്ടുകാവൽക്കാർ വിറയ്ക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകാലുകൾ വിറയ്ക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ബലവാന്മാർ കുനിയും എന്ന് പറഞ്ഞാൽ എത്ര ബലവാന്മാരും വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ കുനിഞ്ഞു പോകും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും, അതായത് പല്ലുകൾ നഷ്ടമാകും. കിളിവാതിലുകളിൽ നോക്കുന്നവർ അന്ധരാകും എന്ന് പറഞ്ഞാൽ വയസ്സാകുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടമാകും. തെരുവിലെ കതകുകൾ അടയും എന്ന് പറഞ്ഞാൽ വയസ്സാകുമ്പോൾ ചെവി കേൾക്കാതെ വരും. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. അതിൻ്റെ അർത്ഥം വാർദ്ധക്യം കൊണ്ട് അരയ്ക്കുന്നവർ കുറയും. പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും. വയസ്സാകുമ്പോൾ ഉറക്കം കുറയും, ഉറക്കം നഷ്ടപ്പെടുന്നു. ഏതനക്കവും അവരെ പെട്ടെന്ന് ഉണർത്തുന്നു. വാർദ്ധക്യത്തിൽ യാതൊരു സന്തോഷവും പാട്ടും ഇല്ല. കയറ്റം പേടിക്കും. ഇപ്പൊ വീഴുവോ എന്നുള്ള പേടിയായിരിക്കും. യാത്ര ചെയ്യാൻ താല്പര്യം കുറയും. ബദാം വൃക്ഷം പൂക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയെല്ലാം നരച്ച് വെള്ളയാകും. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ മൂക്കി പഞ്ഞു വെച്ചാലും അവരുടെ ബദാം പൂക്കത്തില്ല. അർത്ഥം പിടിയിട്ടില്ല അല്ലേ? ആ ബദാം വൃക്ഷം പൂക്കണം. കാരണം നരച്ച തല ശോഭയുള്ള കിരീടമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മുടെ മുടിയെല്ലാം നരച്ച് വെള്ളയാകും. ഈ തുള്ളൻ ഇഴഞ്ഞു നടക്കും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ശരീരത്തിൽ ഇഴഞ്ഞു നടക്കുന്നുവെന്നുള്ളൊരു തോന്നൽ. രോചനക്കുരു ഫലിക്കാതെ വരും എന്ന് പറഞ്ഞാൽ യാതൊരു ചികിത്സയും ഫലിക്കുകയില്ല. ശരീരം മെഡിസിനൊന്നും സ്വീകരിക്കത്തില്ല എന്നർത്ഥം. വെള്ളിച്ചരട് അറ്റുപോകുമെന്ന് പറഞ്ഞാൽ നട്ടെല്ലിന് ക്ഷതമുണ്ടാകും, പ്രഷർ കൂടും. ഈ പൊൻകിണ്ണം തകരും എന്ന് പറഞ്ഞാൽ തല പ്രവൃത്തിശേഷിയില്ലാതാകും. ഉറയിലെ കുടം ഉടയും, അതായത് ശ്വാസകോശങ്ങൾക്ക് കേടുവരും. കിണറ്റിലെ ചക്രം തകരുമെന്ന് പറഞ്ഞാൽ ഹൃദയം തകരും. മനുഷ്യന്റെ ആയുസ് ഇത്രയേ ഉള്ളൂ. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് വാർദ്ധക്യത്തിൽ സംഭവിക്കുന്നത്. ആത്മാവ് അത് തന്നവങ്കിലേക്ക് ഏത് നിമിഷത്തിലും മടങ്ങാം. നമ്മുടെ ജീവിതത്തിലെ ആദ്യകാലം ദൈവത്തിന് കൊടുത്താൽ അന്ത്യകാലത്ത് അവൻ നമ്മെ താങ്ങും. ലോകത്തിലെ സർവ്വസുഖങ്ങളും മായയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സർവ്വജനത്തോടും ഒരു നഗ്നമായ സത്യം വിളിച്ചോതുകയാണ് ശലോമോൻ സഭാപ്രസംഗിയിലൂടെ. സഭാപ്രസംഗി 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ. വളരെ ശ്രദ്ധയോടെ ഈ വാക്യങ്ങൾ നിങ്ങളുടെ ബൈബിൾ അടിവരയിട്ട് സൂക്ഷിക്കണം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീയതുമായ സൽപ്രവൃത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തെങ്കിലേക്കും വരുത്തുമല്ലോ. നാം ഏതവസ്ഥയിലാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. അവിടുത്തെ ഭയപ്പെടാം. ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാം. ദൈവകൽപ്പന എന്ന് പറയുമ്പോൾ 10 കൽപ്പന മാത്രമല്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, വെളിപ്പാട് മുതൽ ഉൽപ്പത്തി വരെ കർത്താവിൻ്റെ വചനം തന്നെയാണ്. അത് യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സ്തോത്രം. ആ വചനം അനുസരിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ സഭയിലുള്ള വിശുദ്ധരുടെ ചുമതല. വ്യർത്ഥമായ പാരമ്പര്യങ്ങൾ അനുസരിച്ചിട്ട് ഒരിക്കലും രക്ഷപ്പെടില്ല. സ്തോത്രം. പാരമ്പര്യങ്ങൾ മാത്രം അനുസരിച്ചുകൊണ്ട് ദൈവവചനത്തെ തെറ്റിച്ചു കളയുകയും അത് പഠിപ്പിക്കൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഉപദേശകന്മാർ ഈ ഭൂമിയിലുണ്ടെന്ന് ഓർത്തോളണം. സ്തോത്രം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രം മതി, ബൈബിൾ മാത്രം മതി നമ്മൾ നിത്യതയിൽ എത്തിച്ചേരാൻ. കാരണം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നമ്മളോട് സംസാരിക്കുന്നത് തിരുവചനത്തിലൂടെയാണ്, ദൈവവചനത്തിലൂടെയാണ്. ആ ദൈവവചനത്തിൽ ആര് നിൽക്കുന്നോ അവനാണ് കർത്താവിൻ്റെ ശിഷ്യൻ. പ്രൈസ് ലോർഡ്. ക്രിസ്തുവാകുന്ന പാറ അതാണ്, തിരുവചനമാണ്. ആ പാറമേൽ ഭവനം പണിയുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാണ്. അവൻ മരിച്ചാലും ജീവിക്കും.
ശാരീരിക ഒരു മരണം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആത്മാവ് മരിക്കാതിരിക്കണമെങ്കിൽ ദൈവവചനമാകുന്ന മന്ന ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഈ വചനമാകുന്ന അപ്പം ഭക്ഷിച്ചാൽ അവൻ മരിച്ചാലും ജീവിക്കും. സ്തോത്രം. ദൈവവചനം അനുസരിക്കാതെ കണ്ട് ഈ ഭൂമിയിൽ എവിടെയെല്ലാം ഓസ്തി കർത്താവിൻ്റെ ശരീരമായി രക്തമായി മാറി എന്നൊക്കെ പറഞ്ഞാൽ, സ്തോത്രം, അത് കർത്താവ് നടത്തുന്ന അത്ഭുതമല്ല, സാത്താന്യ അത്ഭുതങ്ങളാണ്. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, അപ്പം ഒന്നിനും ഉപകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു. വചനമാകുന്ന മന്ന ഭക്ഷിച്ചാൽ, സ്തോത്രം, നമ്മുടെ യൗവനം പുതുക്കി തരും. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ മരിച്ചാലും ജീവിച്ചാലും കർത്താവിനുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് വാർദ്ധക്യത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എപ്പോൾ? ഈ ജീവൻ ഉള്ളപ്പോൾ. മരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച ആർക്കും ആരെയും നിത്യതയിൽ കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് അവനോട് ചേർന്നൊരു വിശുദ്ധ ജീവിതം നയിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. ഇന്നേ ദിവസം ഞങ്ങളെ കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വിശുദ്ധ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ ഞങ്ങൾക്കും അവിടുത്തോട് ചേർന്ന് നടക്കുവാനും അവിടുത്തെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുവാനുമുള്ള യോഗ്യതയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ശരീരം ക്ഷയിച്ചു പോകുന്നതാണ്. ഹല്ലേലൂയ. അനുദിനം ബാഹ്യമായിട്ടുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നു, എങ്കിലും അനുനിമിഷം ആന്തരിക മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്നതാണല്ലോ അവിടുത്തെ തിരുവചനം. ആ സ്വർഗീയ മന്ന ഭക്ഷിച്ച് ശക്തിപ്പെട്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. കരമാർഗത്തിലൂടെയും ആകാശമാർഗത്തിലൂടെയും ജലമാർഗത്തിലൂടെയും യാത്ര ചെയ്യുന്ന ഓരോ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അനാഥനെന്നു ഞാൻ കരുതിയിടുമ്പോൾ, ആശ്രയമില്ലാതലഞ്ഞിടുമ്പോൾ, അനാഥയെന്നു ഞാൻ കരുതിയിടുമ്പോൾ, ആശ്രയമില്ലാതലഞ്ഞിടുമ്പോൾ, അമ്മയേക്കാൾ സ്നേഹം നൽകാൻ യേശുവൻ ചാരയുണ്ട്. എൻ്റെ അമ്മയേക്കാൾ സ്നേഹം നൽകാൻ യേശുവൻ ചാരയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പാടും പൂർണ്ണ മനസ്സോടെ, ഞാൻ സ്തുതിക്കും പൂർണ്ണ ഹൃദയമോടെ. ഞാൻ പാടും പൂർണ്ണ മനസ്സോടെ, ഞാൻ സ്തുതിക്കും പൂർണ്ണ ഹൃദയമോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.